ഹലോ, എൻ്റെ ഈ നരച്ച് പൂത്ത് കൂറ കോലത്തിലിരിക്കുന്ന ഈ കാലിനെ ഒന്ന് പെഡിക്യൂർ ചെയ്തെടുത്താലോ? എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത എൻ്റെ ശരീരത്തിലൊരു ഭാഗം ഏതാ ചോദിച്ചാൽ അത് കാലുകളാട്ടോ. എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും അതിങ്ങനെ നരച്ച് പൂത്ത് ഒരുമാതിരി കോലത്തിലാണ് ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഏട്ടൻ അതൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാലുകളെ ഏട്ടൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റം എൻ്റെ കാലുകളിൽ കാണാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് കല്ലുപ്പ്, അതുപോലെ നാരങ്ങ നീര്, പിന്നെ കുറച്ച് ഷാമ്പു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കാല് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കാലുകൾ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ? അതായത് നമ്മൾ പലതരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബാക്കി ഫേസിന് നമ്മൾ സ്പെഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ കാലിന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. പക്ഷേ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെച്ച് കാലിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക, കാലുകൾ കുറച്ച് നേരം സോക്ക് ചെയ്തതിന് ശേഷം അതിലെ ആ ഒരു നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കാലൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക, എല്ലാ ഭാഗവും ഒന്ന് ഉരച്ചെടുക്കുക. എൻ്റെ കാല് എത്ര ശരിയാക്കിയാലും അതിൻ്റെ ഒരു നരച്ചൊരു കുറച്ച് കഴിഞ്ഞ്, അതായത് കഴുകി തുടച്ച് വാസലിനൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് നരച്ച ഒരു ഭാഗത്തിലാവും കേട്ടോ. പിന്നെ നമ്മൾ പെഡിക്യൂർ ചെയ്തിരിക്കുന്നതിന് മുന്നേ തന്നെ നഖമൊക്കെ വെട്ടുന്നത് നല്ലതാണ്. ഞാനത് വെട്ടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ നഖം വെട്ടി. പിന്നെ നഖത്തിൻ്റെ ആ ഒരു വെട്ടുന്ന സംഭവത്തിൻ്റെ തന്നെ ഉള്ളിലുള്ള ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ച് നെയിൽസിൻ്റെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതുപോലത്തെ ഒരു സ്ക്രബ് ചെയ്യുന്ന സംഭവം, സ്ക്രബ് ചെയ്യണതാണോ എന്ന് പറയാൻ എന്താ പറയുക എനിക്കറിയില്ല. ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കാല് ഉരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡെഡ് സെൽസ് ഒക്കെ കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനൊരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പഞ്ചസാര, അതിലോട്ട് കുറച്ച് കോഫി പൗഡർ, അതുപോലെ തന്നെ കുറച്ച് ഷാമ്പു യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് കാലിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ വെക്കുക കേട്ടോ. ഒരു പാക്ക് പോലെ കുറച്ച് നേരം വെക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാല്. അപ്പോൾ ഇതൊരു പാക്കുമായി ഒരു സ്ക്രബ് ചെയ്യുന്ന ഒരു സംഭവമായി. അപ്പോൾ രണ്ടുണ്ട് കാര്യം കേട്ടോ ഈ ഒരു പാക്കിൽ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കുകയാണ് കേട്ടോ. കാലിൻ്റെ മുകളിൽ ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാണ് നമ്മളത് ഉരച്ച് കഴുകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടാവും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ അത് കഴുകി കളയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ ബ്രാ, ടീനേജ് സ്പെഷ്യൽ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്താണ്, നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ക്വാളിറ്റിയിലായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രഷിൽ, അതായത് പഴയ ഒരു ടൂത്ത് ബ്രഷാണിത്, അതിൽ കുറച്ച് പേസ്റ്റ് ഇട്ടിട്ട്, കോൾഗേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ ക്ലോസപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ക്ലോസപ്പ് പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്. എൻ്റെ മോൻ പറയുന്നുണ്ട് നഖമേ പല്ല് തേച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് നേരം ഒരു 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലുകളൊക്കെ നല്ല എന്താ പറയുക പൂ പോലെ തിളങ്ങുമെന്ന് അറിയില്ലേ, അതുപോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഫസ്റ്റത്തെ ലുക്കും ഇത് നമ്മൾ വ്യത്യാസമില്ലേ. ഇനി ഞാൻ കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കുകയാണ്. വാസലിനോ മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ കാലൊക്കെ നന്നായിട്ട് ഫ്രഷായി, നല്ല വൃത്തിയായി, ഡെഡ് സ്കിൻസൊക്കെ പോയി, സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ